വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ഹോം ടൂർ അല്ല, ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ ടൂറായിട്ട് കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ടൂറായിട്ട് എന്ന് വെച്ചാൽ ഞാൻ മുന്നിട്ട ഇവിടുത്തെ ഒരു വീട് കിട്ടീന്. ആ സമയത്ത് കുറേ ആൾക്കാർ ഇതാണോ ഹോസ്റ്റൽ മീൻസ് ഞങ്ങൾ ഈ റൂം ഫുള്ളായിട്ട് ഈ വീട് ഫുള്ളായിട്ട് എടുത്തിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ, ഒരു 9 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതിലെനിക്ക് ഒരു ഹോസ്റ്റൽ ഫീൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ഒരു വീട് പോലെ തന്നെയാണ്. പക്ഷെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അടിപൊളിയാണ് വീട്. ഞാൻ എന്ത് വീട് ഇട്ടാൽ അതിൻ്റെ ബേക്കിൽ വീട് കണ്ടാൽ വീടിനെ പറ്റി കമൻറ്റ് ഇടുക. അപ്പം ഞാൻ വിചാരിച്ചു വീട് ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഹോസ്റ്റൽ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയില്ലടി എങ്ങനെയാണ് പറയേണ്ടതെന്ന് തുടങ്ങിക്കൊടുവാ. അപ്പം ഇതാണ് ഞങ്ങളെ നാട്ടിൽ ഇതിന് കോലായി പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? കുക്കിയുടെ നാട്ടിൽ എന്താ പറയുക? ഉമ്മറം അങ്ങനെ പറയും. നമ്മളെ മരത്തക്കൊലായിൽ എന്ന് പറയും. അതാണ് ഇവിടെ നല്ല സ്പേസ് ഉള്ള കേട്ടോ. നമുക്ക് എക്സാമ്പിൾ ആകുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിലാകുമ്പോൾ കൂടുതൽ റൂമിലിരുന്ന് പഠിക്കലേ. പക്ഷേ എങ്കിൽ ഇവിടെ ആകുമ്പോൾ എനിക്ക് കാറ്റൊക്കെ കൊണ്ട് നല്ല ശാന്തമായിട്ട് അധികം റോഡൊന്നുമില്ലേ, മുന്നൊന്ന് കാണിച്ചു കൊടുക്കും, അധികം കാണിക്കട്ടെ അലക്കിയിട്ടതുണ്ട്. അവിടെ ആകുമ്പോൾ റോഡില്ല, ഫ്രണ്ടിൽ വീട്. അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് അങ്ങനത്തെ ഒന്നുമില്ല, ഭയങ്കര കൂളായിട്ട് പീസായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഇവിടെ ഇരുന്ന് ഈ ചെയറിലിരുന്നാണ് ഞാൻ പഠിക്കാറ്. ഇതാകുമ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടന്ന് പഠിക്കാം. ഇവിടെ ബുക്ക് വെക്കാം, അപ്പുറത്ത് എന്തെങ്കിലും ചിപ്സ് ഇട്ട് അത് വെക്കാം. അപ്പം ഇതാണ് ഞങ്ങളുടെ കോലം. ഇവിടെ ഇതാണ് ഫ്രണ്ട് ഡോറ്. ഇത് ഓഫീസ് റൂം എന്ന് പറയും, പക്ഷെ ഓഫീസ് റൂം അല്ല അത്. അതിൽ കൂടെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല. ഇതാണ് ഡൈനിങ് ഏരിയ. അല്ല, ഡൈനിങ് ഏരിയ അല്ല, എടായി എന്നാ പറയാ. ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഡൈനിങ് ഹാളാണല്ലോ വരുന്നത്. പക്ഷേ ഇതിൻ്റെ അങ്ങോട്ടേക്കാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഇത് റൂമിൻ്റെ മുന്നൊരു സ്പേസ് എന്താ പറഞ്ഞാൽ എടായോ. ഓഫീനെ പറ്റി പറയാം. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ തറവാട്ടിൽ നിൽക്കുന്നത്. ഓള് ഇനി മുന്നേ നിന്നേ അതിന്റെ ഒരാൾ വെച്ചിട്ട് പഴയ വീടായിരുന്നു. അപ്പൊ ഇതില് കേറി വരുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നതാണ് എന്റെ റൂം, എന്റെ അരിശന്റെ വിദ്യേന്റെ റൂം. നടുവില ഇതാണ് ലൈറ്റ് വെപ്പേ ആടി. അത് ഇനി കുഴപ്പമില്ല, ആടിയിരുന്നോ. അപ്പൊ കേറി വന്നിട്ട് ഇത് ഓരോ രണ്ടാളെയും ബെഡ്. ഇതാണ് ഗേച്ചിന്റെ ബൊമ്മക്കുട്ടിയാ. പേരെന്തായാലും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതാണ് എന്റെ ബെഡ്. ഒരു അത്യാവശ്യം നല്ലൊരു വിദ്യ വരച്ച ചിത്രം കേട്ടോ. ലാസ്റ്റ് ഞാൻ ഓള് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഓളെ കാണിച്ചു തരാം. അന്ന് ചീത്ത പറയും, കാണിക്കൂല. പിന്നെ ഇവിടെ എന്റെ കുറച്ച് ഫോട്ടോ ഉണ്ട്. ഒരു ഫോട്ടോ ഉണ്ട്. ഇതെന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്ന ഫോട്ടോ. എന്തിനാണ് ഇങ്ങനെ സൂം ചെയ്യുന്നത്? ഇത്രയും ബുക്ക് ഉണ്ട്. ഇതിൽ പകുതി ഞാൻ വായിച്ചിട്ടുണ്ട്. വായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. വായിക്കുന്നതാണ് ഇത്. പോകുന്നതിന് മുന്നേ വായിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ താഴെ ഒരു 3 റൂമും മേലെ 2 റൂമുണ്ട്. പക്ഷേ ഞങ്ങൾ ആകെ താഴെയുള്ള 2 റൂമും മേലുള്ള ഒരു റൂമാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ റൂം കഴിഞ്ഞ് അടുത്തത് ഈ റൂം വേറെ അനുഗേച്ചിൻ്റെ നനച്ചിൻ്റെ ഓളെ ഞാൻ കാണിക്കുന്നില്ല, ഓലിക്കൊള്ളില്ല. ഇതുപോലെ റൂമാണ്. ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതധികം കാണിക്കണ്ട. ഇത് ഞങ്ങളെ സ്റ്റഡി ടേബിൾ, ബുക്കുകൾ.
ഒന്നും ഉപയോഗിക്കും, എന്നെ ഒന്ന് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് കരയുന്ന ബുക്കുകൾ. ഇവിടെയൊക്കെ കഷായം, പെന്നി, മെഡിക്കൽ ഷോപ്പ്, വിദ്യേന്റെ കഷായം, വിദ്യേന്റെ ഗുളിക, എന്റെ ഗുളിക. ഞാനും വിദ്യയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പേഷ്യൻസ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗുളികകൾ, ഞങ്ങളുടെ മരുന്ന് അതൊക്കെ ഇവിടെ. ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ. ഇവിടെ ഒരു കൃഷ്ണനുണ്ട്. ഇതാ ഇവിടെ 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 ഒരു കൃഷ്ണനുണ്ട്. ഓക്കെ, അടുത്ത റൂം എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത റൂം. അടുത്ത് ഇത് വലിയ കാണിക്കുന്ന ഒരു ഡ്രസ്സിങ് റൂമാണ്. അതുകൊണ്ട് ഗേൾസിന്റെ അന്നേരം ഇവിടെ ഞങ്ങൾ ഡ്രസ്സ് മാറ്റി റെഡി ആവുന്നൊക്കെ സ്ഥലം. അങ്ങനെ 3 റൂമാണ് താഴെയുള്ളത്. ഇനിയുള്ളത് മേലേക്കുള്ളൊരു സ്റ്റെപ്പ്. മേലേക്ക് എടുക്കേണ്ടത്. മേലെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇവിടെ കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ ഒരു ഡോർ കിട്ടും. ഇതാണ് ഞങ്ങൾ ഡൈനിങ് ഹാൾ എന്ന് പറയും. ഓഫീസ് റൂം. ഓഫീസ് റൂം എന്ന് പറയാ. ഓഫീസ് റൂമാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഫുഡ് കഴിക്കില്ല കേട്ടോ. ഇപ്പൊ 9 ആൾക്കാരായതിനെ കൊണ്ട് ലൈറ്റ് കിട്ടുന്നത്. ലൈറ്റ് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കില്ല. ഞങ്ങളിപ്പോ കുറെ ആൾക്കാരുള്ളതിനെ കൊണ്ട് പുറത്തിരുന്നിട്ടാ ഫുഡ് കഴിക്കുക. അപ്പൊ ഇതാണ് ഡൈനിങ് ഹാൾ. ഇനി ഡൈനിങ് ഹാൾ നേരെ വന്നാൽ കിച്ചൺ, അടുക്കളയിലെത്താം. ഞാൻ പറഞ്ഞില്ലേ 2 വഴിയുണ്ട്. അപ്പം നേരത്തെ ഫ്രണ്ടിൽ കണ്ട ഡോറാണത്. അതിലൂടെയും വരാം, നമുക്ക് അപ്പുറത്തൂടെയും വരാം. നമ്മൾ കിച്ചണിലേക്ക് എത്തുന്നു. കട്ട ഇവിടെയാണ് പാത്രമൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ സാധനം വാങ്ങാൻ ടൈം ആയിരിക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചക്കറി ഇവിടെ വെക്കും. എലിന്റെ ശല്യം എല്ലാം കൊണ്ട് ഇങ്ങനെ ഭയങ്കര സേഫ് ആയിട്ടൊക്കെ വെക്കും. അങ്ങനെ ഇതൊക്കെ വെക്കും. ഹായ്, എന്താ വ്ളോഗ് എന്താ അടുക്കള വ്ളോഗ? എന്താ ഇന്ന് പാത്രം കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വ്ളോഗിൽ കാണും. ഇവിടെ കാണിക്കില്ല. ഇതാണ് ഞങ്ങൾ അടുക്കള. ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ സാധനം തീരാനായി. അപ്പൊ കുറച്ച് ഇവിടെ പച്ചക്കറി ഉണ്ടാവും. നല്ല എലിശല്യുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പിറ്റേ തന്നെ വാങ്ങിയ സാധനം എഴുതുന്നു. അപ്പം എന്നാലും എനിക്ക് ഇവിടുത്തെ അടുക്കളയും മുന്നിലുള്ള സംഭവം അടിപൊളിയായിട്ട് ഇഷ്ടമായി. കാരണം നമുക്കിനി അതിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തായൊന്നും പറയാത്ത ഉണ്ടാക്കാൻ പുതിയ അങ്ങനെയല്ല. ഇങ്ങനെയൊക്കെ പറ്റുമോ? പണ്ടത്തെ ഒരു ഇതില് ക്വാളിറ്റിയിലും ഇതിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും. പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കിയാൽ എന്താ സ്റ്റോറേജ് ഫുള്ളായിട്ട് 3ാമത്തെ പ്രാവശ്യം ഇത് കളിക്കുന്നത്. ഡിലീറ്റ് ആക്കുക, പിന്നെ വരിക. അപ്പോൾ സ്റ്റോറേജ് ഫുൾ. അപ്പം സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ അടുക്കള. എന്നിട്ട് ഇത് തുറന്നാൽ തുറന്നു. ഇത് തുറന്നാൽ ഇങ്ങോട്ടേക്ക് അധികം കാണിക്കണ്ട. അവിടെ വേസ്റ്റ് ഒക്കെ ഇതാക്കുന്ന ഇങ്ങോട്ടേക്ക് പുറത്തുള്ള വ്യൂ. ഇവിടെ ആടെ ഒരു കിണറുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളമൊക്കെ എടുക്കല്. ഇവിടെ ഈ മിക്സി ഇല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് അരക്കലുണ്ട്. ഇനി അതാണ് അലക്കല്. അവിടെ കാണുന്നതാണ് അലക്കല്. ഇവിടെ വൈകുന്നേരമൊക്കെ ചായ കുടിച്ചിരിക്കാൻ നല്ല സുഖല്ലേ? അല്ലേ? എന്താ ഒക്കെയെന്ന് പറയാത്ത അല്ലേ? അതെ, വടക്കേക്കോലായി. വടക്കേക്കോലായി. അപ്പം ഇവിടെ ഇരുന്നിട്ട് കാട്ടിൽ കൊണ്ട് ചായ കുടിച്ചിട്ടിരിക്കാം. നല്ല സുഖമായിരിക്കും ക്ലാസ് ഇല്ലെങ്കിൽ. സ്റ്റെപ്പ് കയറി നമുക്ക് അയൽക്കാർക്ക് അറിയാത്തതല്ലേ. എനിക്ക് എന്താ പറയണല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. ഇനി മുന്നിൽ നടക്കുന്നതായിരിക്കും നല്ലത്. അതെ, നല്ലത്. അമ്മേ, ഞാൻ സ്കേർട്ടിട്ടത്. ഇവിടുന്ന് വന്നപ്പോ കാറ്റിങ്ങനെ അടിച്ചു. ഈ ഒരു സംഭവം നല്ല രസമുണ്ടല്ലേ? ഇങ്ങനെ കാറ്റൊഴുക്കി. ഇവിടെ ഞങ്ങളെ ജൂനിയേഴ്സ് ആട്ടോ നിൽക്കുന്നത്. അല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. ഓല് 3 ആളാണ് ഈ റൂമിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ റൂം കാണിക്കണ്ട. ഈ ഒരു ചെറിയൊരു ഏരിയയും കൂടി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
ഇത് ഈ റൂമിൽ എന്താ നോക്കി പറയാ? മോളത്തെ വടക്കാകം വടക്കാകം വടക്കാകാന്ന് തോന്നുന്നു. വടക്കേകോ എന്തോ. ഇവിടെ ഇരുന്ന് പഠിക്കാൻ നല്ല സുഖം. ഞാൻ എനിക്ക് ഇവിടെ വന്നിട്ട് ഇരുന്ന് പഠിക്കലുണ്ട്. സപ്തമി ഫുള്ള് പഠിത്തമാണ്. അങ്ങനെയല്ല, പഠിക്കാൻ നമ്മളങ്ങനെയൊക്കെ വന്നിരിക്കുക. ഒരു നല്ലൊരു പീസായിട്ടുള്ള സ്ഥലം നോക്കാം. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒന്നിക്കൽ ഇതോ അല്ലെങ്കിൽ താഴത്തെ അവിടെയോ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് വേറൊരു റൂമെന്നും പറയാം. റൂം തന്നെ. ഓക്കെ, നമ്മൾ ഒരു കാര്യം സ്കിപ്പായി പോയി. താഴെ ഒരു വാഷ്റൂം ഉണ്ട്, മേലെ ഒരു വാഷ്റൂം ഉണ്ട്. വാഷ്റൂം ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ താഴത്തെ വാഷ്റൂം ആ ഡ്രസ്സിങ് റൂമിൻ്റെ അടുത്താണ് വരുന്നത്. ഇവിടുത്തെ വാഷ്റൂം ഇവിടെ അങ്ങനെ കാണിക്കില്ല. ഇങ്ങനെ ഡ്രസ്സൊക്കെ ആറിയിട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ ഒരു വാഷ്റൂം വരുന്ന, താഴെ ഒരു വാഷ്റൂം. ഇത്രയേ ഉള്ളൂ വീട് സംഭവം. പക്ഷെ വലിയ വീടാണ്, പക്ഷെ സിമ്പിൾ ആയിട്ടില്ലേ? പഴയ തറവാട്. നല്ല അടിപൊളി സൂപ്പർ വീട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന വീടായിരിക്കും ചിലപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ. പോരായി ഇനി കുറച്ച് മാസങ്ങൾ കൂടി, 4 മാസം കൂടി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. സ്റ്റോറേജ് ഫുള്ളാതെ കൊണ്ട് പെട്ടെന്ന് പോകാട്ടോ. ആർക്കും മനസ്സിലായില്ലല്ലോ. ശരി, ബൈ.